ഹലോ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. സത്യമായിട്ട് നല്ല ടെൻഷനുണ്ട്. എങ്ങനെയായി തീരും എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇനി ശ്രദ്ധിക്കേണ്ടത് അടുത്ത വീഡിയോയിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതൊക്കെ ഓക്കെ ആക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും നന്നായിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒഫീഷ്യലി വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കൂടുതലും ഷോർട്സാണ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ജേണിനെ പറ്റി ഒരു കുട്ടി ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കിൻ കെയർ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് 14 വയസ്സ് തുടങ്ങി എനിക്ക് വന്ന പിമ്പിൾസിൻ്റെ മാർക്ക്, പോർട്സ്, പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി ഇപ്പോൾ ഈ കാണുന്ന സ്കിന്നിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പറയണം. ഞാൻ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അത് വീഡിയോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്, എങ്ങനെയാണത് ഫോളോ ചെയ്ത് പോകേണ്ടത്, എങ്ങനെയൊക്കെ പറയണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അത് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഇപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ 14-15 ആ വയസ്സ് തുടങ്ങിയിട്ടാണ് എനിക്ക് കുറേ പിമ്പിൾസ് വന്നതിന് ശേഷം അതിൻ്റെ മാർക്സ്, പോർട്സ്, ആ സമയത്ത് നമ്മുടെ ആ ഒരു ഏജിൽ പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചളഞ്ഞ് അതൊക്കെ ആ സമയത്ത് ചെയ്തതായിരുന്നു. പിന്നെ കുറേ കാലം ശേഷം ഇപ്പോൾ അവിടെ ഉണ്ടായ സ്ഥലത്ത്, ആ പിമ്പിൾസ് വന്ന സ്ഥലത്തൊക്കെ പോർട്സ് വന്നു തുടങ്ങി. പിന്നെ ആ കുഴികളൊക്കെ അടക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയായി ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കറക്റ്റ് എൻ്റെ സ്കിന്നിനെ മനസ്സിലാക്കി എങ്ങനെയാണ് പിമ്പിൾസ് വരുന്നത്, പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അത് പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സ്കിൻ കെയറിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിലും, പിന്നെ അതിനുശേഷം മേക്കപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിലൊക്കെ ഞാൻ അതിൻ്റേതായ ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ പതിയെ എൻ്റെ കുരുവൊക്കെ വരുന്നത് കുറഞ്ഞു. പിന്നെ കുരു വന്നാലും അതിനെങ്ങനെ ഞാൻ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫുഡായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. ഓയിലി ആയിട്ടുള്ള ഫുഡ്സൊക്കെ നന്നായിട്ട് കുറച്ചു. കംപ്ലീറ്റ്ലി കുറച്ചൊന്നുമല്ല, കുറച്ചു. പിന്നെ നന്നായിട്ട് ഞാൻ വെള്ളം കുടിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും അറിയാം, സ്കിന്നിന് ആദ്യം വേണ്ടത് നല്ല വെള്ളമാണ്. നല്ല വെള്ളം കുടിച്ചാൽ, അതായത് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സ്കിന്നിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 60% പ്രോബ്ലംസ് വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കഴിക്കുന്ന ഫ്രൂട്ട്സ്, പിന്നെ കൂടുതലും ഇലവർഗ്ഗങ്ങൾ, അതായത് ലീഫി ആയിട്ടുള്ള ഫുഡ്സൊക്കെ നന്നായിട്ട് ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അധികം അറിയില്ല. പക്ഷേ എൻ്റെ സ്കിന്ന് ശരിയാതതിൻ്റെ പ്രധാന കാരണം നന്നായിട്ട് വെള്ളം കുടിക്കും, പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു. ഇനി സ്കിൻ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെ അടുത്ത് പോയി ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഒരുപാട് ഇപ്പോൾ പല ഡോക്ടേഴ്സിനെ കാണിക്കും. ചില ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവർ തരുന്ന മെഡിറ്റേഷൻ, അതായത് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ക്രീംസ്, ഫേസ് വാഷ് അങ്ങനെയൊക്കെ തരും. ചിലത് നമുക്ക് സ്കിന്നിന് ഓക്കെ ആയിരിക്കും, ചിലത് നമുക്ക് ഓക്കെ ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഓക്കെ ആണ് സ്കിൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്കത് അറിയാമല്ലോ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിനും നല്ല റേറ്റ് ആയിരിക്കും. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ്, നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ഇനി ബഡ്ജറ്റൊക്കെ ഓക്കെ അല്ല എന്നാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സ്കിൻ നമുക്ക് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം സ്കിൻ കെയറിൽ, അല്ലെങ്കിൽ അഫ്കോഴ്സ് മേക്കപ്പ് പ്രോഡക്ട്സൊക്കെ നമുക്ക് എങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാൻ മനസ്സിലാക്കിയത്. അത് കൂടുതലും സോഷ്യൽ മീഡിയാസിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ നോളജ് കിട്ടുന്നത്. പക്ഷെ അതെങ്ങനെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നന്നായിട്ട് നമ്മുടെ കയ്യിൽ എങ്ങനെ ഒതുക്കി അതിനെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ഒരു ടാസ്ക്. പിന്നെ എൻ്റെ സ്കിൻ ഞാൻ മനസ്സിലാക്കി നല്ല ഓയിലി സ്കിന്നാണെന്നുള്ളത്. പിന്നെ എപ്പോഴും കുരു വന്നത് കൊണ്ട് ആക്നെ പ്രോൺ സ്കിന്നാണെന്ന് മനസ്സിലായി. പിന്നെ കുരു വന്നു പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് പറയുന്നത് ബ്ലാക്ക് മാർക്കാണ്. ചിലവർക്ക് മനസ്സിലാവും, കുരു വന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ചുവന്ന പാടായിട്ടായിരിക്കും ഉള്ളത്. ചുവന്ന പാടാണെങ്കിൽ നമുക്ക് റെഡ് ആയിട്ടുള്ള മാർക്കാണെങ്കിൽ ഒരു പരിധിവരെ നാച്ചുറൽ ബ്ലഷ് എന്ന് പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള നമ്മുടെ സ്കിന്നിന് ചേരുന്ന
ഫേസ് വാഷ് ഏതാണോ അത് മനസ്സിലാക്കി നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് നല്ല, അല്ലെങ്കിൽ നല്ലതെന്നും പറയണില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റുള്ള, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ പോയി വാങ്ങിച്ചിട്ടുള്ള ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയാസിൽ കാണുന്ന മിക്കതും പണ്ടൊക്കെ നമുക്കറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ആദ്യം ശരിയാണോ റിസൾട്ടൊക്കെ കാണുമ്പോൾ നമുക്കത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തിട്ട് മണ്ടത്തരങ്ങളായിപ്പോയി കുറേ കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ പിമ്പിൾസ് പോകും, അല്ലെങ്കിൽ പിമ്പിൾസ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് വരെ ഉണ്ടാകത്തില്ല ഇങ്ങനെ യൂസ് ചെയ്താണെന്നും പറഞ്ഞ് പേസ്റ്റ് തേച്ചാൽ ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേസ്റ്റൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടോ. ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്, പൊള്ളിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും പേസ്റ്റൊന്നും ദൈവത്തെ ഓർത്ത് ഫേസിലൊന്നല്ല പൊള്ളിയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്നല്ലാതെ വേറെ എവിടെയും കൊണ്ട് പേസ്റ്റൊന്നും തേക്കരുത് കേട്ടോ. ഫേസ് വാഷൊക്കെ ഒരുപാട് നല്ലതുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഫേസ് വാഷുണ്ട്. പക്ഷേ നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള വേ ആയിരിക്കും നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ബെറ്ററായിട്ട്, അതായത് ഒരു 6 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും നല്ലത്, ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പോകുന്നതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കടലപ്പൊടി. നമ്മുടെ കടലപ്പൊടിയാണ് ഞാൻ മിക്കപ്പോഴും ഓൾ ദ ടൈം ഞാൻ കടലപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴും ഇപ്പോഴും ഇനി അങ്ങോട്ട് അത് തന്നെയായിരിക്കും. അതായത് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് എനിക്ക് കടലപ്പൊടി നല്ല ബെറ്റർ റിസൾട്ട് കിട്ടിയത്. ഇനിയിപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് പയറുപൊടിയൊക്കെ നല്ലതായിരിക്കും, അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ഒരുപാട് നല്ലതായിരിക്കും തോന്നുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും കടലപ്പൊടി തന്നെയാണ്. ഇപ്പോഴും ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ കടലപ്പൊടിയാണ്. കടലപ്പൊടിയിട്ട് നന്നായിട്ട് തന്നെ നമ്മളൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ കടലപ്പൊടി യൂസ് ചെയ്യും. പിന്നെ അതിനായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടോണിങ് പോലെ, അതായത് നമ്മുടെ മുഖത്തിന് പിമ്പിൾസ് വന്നു പോയതിന് ശേഷം വരുന്ന പോഴ്സ് മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്കറിയാം, കംപ്ലീറ്റ്ലി ഒന്നും നമുക്ക് പോഴ്സൊക്കെ കുഴികളൊക്കെ അങ്ങനെ മിനിമൈസ് ചെയ്തെടുക്കാൻ പെട്ടെന്നൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, പണ്ട് കുരു വന്നു പോയതിനു ശേഷം നന്നായിട്ട് പൊട്ടിച്ച് കളഞ്ഞ് കിട്ടിയ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ പോഴ്സൊക്കെ. അപ്പോൾ ഈ പോഴ്സ് മിനിമൈസ് ചെയ്യാനായിട്ട് അതായത് കുറഞ്ഞു വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യും. നല്ലൊരു കാര്യമാണ് ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു വീക്കിലി ഒരു 4 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് ഒക്കെ ഞാൻ ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ഒരു റോസ് വാട്ടർ, ഞാനൊരു ബ്രാൻഡെന്ന് പറയുന്നില്ല, ഇനി ബ്രാൻഡെന്ന് പറയാനായിട്ടാണെങ്കിൽ നല്ലത് ആക്സ് ഗുഡ്നെസ്സിൻ്റെ ഒക്കെ റോസ് വാട്ടറൊക്കെ നല്ലതാണ്. അതായത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു റോസ് വാട്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ പോഴ്സിനൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ആണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്, ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫസ്റ്റത്തെ 2 കാര്യം, കടലപ്പൊടി വെച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും. പിന്നെ അതിനുശേഷം സമയമുണ്ടെങ്കിൽ ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യും. പിന്നെ അതിന് ശേഷമാണ് ഒന്നെങ്കിൽ സ്ക്രബിങ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫേസ് പാക്കിലേക്ക് പോകും. സ്ക്രബിങ് എന്ന് പറയാനായിട്ട് ഞാൻ മിക്കപ്പോഴും സ്ക്രബിങ് ചെയ്യാറില്ല, കാരണം ഓൾറെഡി നമ്മുടെ മുഖത്തിൽ പോഴ്സൊക്കെ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ. പിന്നെ കുരു ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും സ്ക്രബിങ് ചെയ്യണമെന്ന് ഞാൻ പറയാറുമില്ല, കാരണം എപ്പോഴും ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റിയ ഫേസ് പാക്ക് ഏതാണോ അത് നമ്മൾ മനസ്സിലാക്കി എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി അത് ചെയ്യാതെ വീക്ക്ലി ഒരു 3 പ്രാവശ്യമോ മാക്സിമം പോയ ഒരു 4 പ്രാവശ്യമോ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഒരു വീക്ക്ലി ഒരു 4 പ്രാവശ്യമൊക്കെയാണ് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. ആ ഫേസ് പാക്ക് എന്താണെന്ന് വീഡിയോ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കപ്പോൾ ആ ഫേസ് പാക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. പിമ്പിൾസും ബ്ലാക്ക് മാർക്കും പിഗ്മെൻറ്റേഷൻ, ടാൻ, എക്സ്പെഷ്യലി ടാൻ വന്ന സ്കിന്നിനൊക്കെ മാറ്റാനായിട്ട് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ ഗ്യാരണ്ടി ചെയ്ത് നോക്കാം കേട്ടോ. ഞാനപ്പോൾ അത് ആ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫേസ് പാക്ക് ഞാൻ കൂടുതലും നൈറ്റ് ടൈമിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നൈറ്റ് ടൈമിലാകുമ്പോൾ നമുക്ക് കാമായിട്ട് നമ്മുടെ ഒരു നല്ല രസത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയും. അപ്പോൾ ആ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്ക്രബിങ്, ചെറുതായിട്ടുള്ള നമ്മുടെ സ്കിന്നിന് പറ്റിയ മൈൽഡായിട്ടുള്ള രീതിയിൽ സ്ക്രബ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്നും പറഞ്ഞ ഒരു സ്ക്രബിങ്ങിന് വേണ്ടി നമുക്കത് ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സ്കിന്നിനെ പറ്റി, അതായത് ഞാൻ ചെയ്ത ഒരു കാര്യത്തിനെ പറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ ഇനി സ്ക്രബ് വേണം എന്നാണെങ്കിൽ നല്ല അരിപ്പൊടിയും കുറച്ച് തൈരൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാനേ ഉള്ളൂ. സ്ക്രബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു സ്ക്രബിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഞാൻ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യും.
ഷീറ്റ് മാസ്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ചിലവർക്കത് ഇഷ്ടമാണ്, ചിലവർക്കത് ഇഷ്ടമല്ല. കാരണം ഒറ്റ പ്രാവശ്യമല്ലേ നമ്മളൊരു പൈസ കൊടുക്കുമ്പോൾ അത് രണ്ടാമതൊരു യൂസേജ് അതിനില്ല ശരിക്കും. അപ്പോൾ അത് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി എനിക്കിഷ്ടമായതുകൊണ്ട് ഓക്കെ പറയും. പക്ഷേ എല്ലാവരുടെ കാര്യത്തിൽ അത് ഓക്കെ ആവണം എന്നില്ലല്ലോ. എനിക്കത് ഇഷ്ടമാണ്. കാരണം ഞാൻ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു സ്കിന്നിന് മോയ്സ്ചർ അങ്ങനെ ലോക്ക് ചെയ്ത് അതങ്ങനെ ഒരു 2-3 ദിവസത്തേക്ക് കാണാൻ പറ്റും സ്കിന്നിന്. ആ ഒരു ഗ്ലോ ആയാലും പിമ്പിൾസ് അധികം വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഞാൻ യൂസ് ചെയ്യുന്ന ഷീറ്റ് മാസ്കിൻ്റെ ഗുണമായിരിക്കാം. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഷീറ്റ് മാസ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് ഇതുവരെയായിട്ടും യൂസ് ചെയ്തുകൊണ്ട് പിമ്പിൾസോ അല്ലെങ്കിൽ നമുക്ക് പൊള്ളിയ പോലെയോ ഒന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സുഡിയോയുടെ ഫേസിൻ്റെ ഷീറ്റ് മാസ്കാണ്. സുഡിയോയുടെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല, പിമ്പിൾസ് വന്നിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ഓക്കെ ആണോന്നില്ലല്ലോ. ഇതുവരെയായിട്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീക്ക്ലി വൺസ് ഞാൻ എങ്ങനെ വന്നാലും അത് യൂസ് ചെയ്യും. അപ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ രാത്രി അല്ലെങ്കിൽ ഡേ ടൈമിലാണെങ്കിലും നമുക്കൊരു അടുത്തൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ യൂസ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം അത്രയും നല്ല സ്കിന്ന് മോയ്സ്ചർ ആവാറുണ്ട്. വീക്ക്ലി നമ്മൾ 3 പ്രാവശ്യമൊക്കെ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് കഴിയുമ്പോൾ എങ്ങനെ വന്നാലും മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്യണം. ഒരു പ്രാവശ്യം നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അല്ലാത്ത സമയത്ത് അതല്ലെങ്കിൽ ഡേ ടൈമിലാണെങ്കിലും നമ്മൾ രാവിലെ പാക്കൊന്നും ഇടണില്ല, വെറുതെ രാവിലെ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ വന്നാലും ഡേ ടൈമിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാ ടൈമിലും ഞാൻ ലാസ്റ്റ് ഒരു 3-4 വർഷമായിട്ട് ഫേസിൽ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ ഈ പോൺസിൻ്റെ ഈ സൂപ്പർ ജെല്ല്. എനിക്ക് ഇതുവരെയായിട്ട് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയാസിൽ കാണാറുണ്ട് മിക്കവർക്കും പിമ്പിൾസും ഇവിടെ നെറ്റിയിലൊക്കെ ബംസൊക്കെ വരുന്നതായിട്ട്. ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് ചേർന്നൊന്നും വരില്ല. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യണം, ഡേ ടൈമിലാണെങ്കിലും നൈറ്റ് ടൈമിലാണെങ്കിലും. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് സൺസ്ക്രീൻ, രാവിലെ ആണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റാണ് യൂസ് ചെയ്യണം. എനിക്ക് എല്ലാ മോയ്സ്ചറൈസറും എല്ലാ സൺസ്ക്രീനും ഇതുവരെ സ്കിന്നിന് ചേർന്നിട്ടില്ല. 1-2 മാത്രമാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ചേർന്നിട്ട് എനിക്ക് പറ്റിയ സ്കിന്നിന് പറ്റിയ ഒരു സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതാണ്, മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ്. എനിക്ക് ഇതുവരെയായിട്ടും ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു പിമ്പിൾസ് അങ്ങനെ മറ്റൊന്നും വന്നിട്ടില്ല. നന്നായിട്ട് തന്നെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഞാൻ ഗ്യാരണ്ടി. അത്രയും നല്ലതാണ്. അതായത് ആക്നി പ്രോൺ ഒരു ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പോൾ ഡേ ടൈമിൽ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സൺസ്ക്രീൻ ഞാൻ ഇടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്കിൻ കെയർ ജേണി എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഫേസ് വാഷ്, ഒരു ടോണിങ്, ഒരു പാക്ക്, ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കും, പിന്നെ ഉറക്കം. പിന്നെ ഒരു കാര്യമുള്ളത്, എനിക്ക് കൂടുതലും പിമ്പിൾസ് വരുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ താടിയുടെ ഇവിടെയായിരിക്കും കൂടുതലും വന്നിട്ടുള്ളത്. ഹോർമോൺ ചേഞ്ചസ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കം ശരിയായപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഹോർമോൺ ചേഞ്ചസൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കൺസൾട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി മനസ്സിലാവും. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ പിമ്പിൾസ് ആയാലും ഇപ്പോൾ ബോഡിയുടെ ചേഞ്ചസ് ആണെങ്കിലും നമ്മുടെ ഹെയറിൻ്റെ പ്രോബ്ലം ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം ശരിയാകും. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ സ്കിൻ കെയർ ജേർണി. അത് എല്ലാം പെട്ടെന്നായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഓരോന്ന് യൂസ് ചെയ്താലേ മനസ്സിലാക്കി വരുന്നത് 4-5 വർഷം 3 വർഷത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ ഫേസ് പാക്ക് ഏതാണ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇനി കാണാം. നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വേവിച്ച് ചോറ് എടുക്കണം. ഇത് സാധാരണ ചോറാണ് കൊടുത്തിട്ടുള്ളത്, ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന നവരരി റോസ് കളറിലുള്ള അരി വാങ്ങിച്ച് വേവിച്ചെടുക്കാം. ആ അരി വെച്ചുണ്ടാക്കിയ ചോറിന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ചോറ്, തൈര്, കാപ്പിപ്പൊടി, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതും ഒരു നുള്ള നാരങ്ങ നീരും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയാണ്. ഇനി ഇതിൽ മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കാപ്പിപ്പൊടിക്ക് പകരം നമുക്ക് തിളപ്പിച്ച കട്ടൻ ചായ, തേയില വെള്ളം ഉപയോഗിക്കാം. പിന്നെ തൈരിന് പകരം പാല്, തക്കാളി നീര് ഉപയോഗിക്കാം. ഇതിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാതിരിക്കട്ടോ, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം നമുക്ക് യൂസ് ചെയ്യാം. അലർജി ഉള്ളവർ അത് നോക്കി അനുസരിച്ച് മാറ്റി ഉപയോഗിക്കണം. അപ്പോൾ 25 മിനിറ്റ് പുരട്ടി വെച്ചതിന് ശേഷം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ നമുക്ക് സ്ക്രബ് ചെയ്ത് കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇങ്ങനെയായിട്ട് യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇങ്ങനെയാണ് ഫേസ് പാക്ക് ഞാൻ ഉണ്ടാക്കുന്നതും ഞാൻ യൂസ് ചെയ്യുന്നതും. അപ്പോൾ അത് നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീക്ക്ലി ഒരു 3 പ്രാവശ്യം, മാക്സിമം ഒരു 4 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമ്മളിപ്പോൾ ടോണിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് പറ്റിയ ഒരു ഹോം മെയ്ഡായിട്ടുള്ള ഒരു കാര്യം, ഐസ് കൂടാതെ തന്നെ നല്ല കറ്റാർവാഴ ജെല്ല്, നല്ല വീട്ടിൽ തന്നെ ഉള്ള കറ്റാർവാഴയുടെ ജെല്ല് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പിമ്പിൾസ് വരില്ല എന്നതിനപ്പുറം നല്ലൊരു ഗ്ലോ കിട്ടാനും പിന്നെ നമ്മുടെ പോൾസ് മിനിമൈസ് ചെയ്യാനും അലോവേര ജെല്ലിനെ കൊണ്ട് പറ്റും. പിന്നെ രാവിലെ തന്നെ എണീറ്റ് നമുക്ക് വീട്ടിൽ തന്നെയാണെങ്കിൽ ഈ പോൺസിൻ്റെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മോയ്സ്ചറൈസറിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയുടെ ജെല്ലോ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ലൊരു സംഭവങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ നിങ്ങൾ കറ്റാർവാഴ ഉണ്ടെങ്കിൽ മാക്സിമം വീട്ടിലത്തെ കറ്റാർവാഴ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, അത്രയും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സ്കിൻ കെയർ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല റിസൾട്ടാണ് ഇങ്ങനെ സ്റ്റെപ്സ് ഞാൻ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ, ഹെയർ കെയർ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, പിന്നെ ബാക്കി എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ എങ്ങനെ വന്നാലും കമൻറ്റ് ബോക്സിൽ പറയട്ടോ, ഞാൻ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ചെയ്യാം. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇനി കാണാനായിട്ട് ഇഷ്ടം എന്നും കൂടി പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് അറിയത്തില്ല, ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ മാത്രമേ ഈ വീഡിയോക്കകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈം എൻ്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തതിന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയുന്ന അതേ കുറവുകളൊക്കെ ഞാൻ മാറ്റി നന്നായിട്ട് വീഡിയോ ചെയ്ത് അടുത്ത ടൈം ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.